بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين أما بعد തയമ്മും അതിൻ്റെ ബാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള ഉമ്മത്തിന് അള്ളാഹു കൊടുക്കാത്ത നിഅമത്താണ് ഈ ഉമ്മത്തിന് നൽകിയത് എന്ന് തയമ്മുമിനെ കുറിച്ച് പറഞ്ഞിട്ടാണ്. വെള്ളം ഇല്ലാതെ വരികയോ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാത്ത നിലക്ക് ശരീരത്തിന് വല്ല പ്രശ്നങ്ങളും ഉണ്ടാവുകയോ ചെയ്താൽ തയമ്മും ചെയ്യാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, വജുഇലത് തുർബതുഹാ ലനാ തഹൂറൻ ഇദാ ലം നജിദിൽ മാ. നമുക്ക് തുർബ അഥവാ മണ്ണ് നമുക്ക് വേണ്ടി അള്ളാഹു ആക്കിയിരിക്കുന്നു, തഹൂറൻ തഹൂറാക്കിയിരിക്കുന്നു, ഇദാ ലം നജിദിൽ മാ, നമുക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ. അലി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തതായി ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചു, വജുഇലത് തുറാബു ലീ തഹൂറ, എനിക്ക് തുറാബ് അഥവാ മണ്ണ് അള്ളാഹു തഹൂറാക്കിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഈ കൊടുത്തത് നമുക്കും ബാധകമാണ്. ഇനി തയമ്മും അൽ ഹദസുൽ അസ്സഗീറിനും അൽ ഹദസ് അൽ കബീറിനും തയമ്മും ചെയ്യാവുന്നതാണ്. അഥവാ ചെറിയ അശുദ്ധിയാകട്ടെ വലിയ അശുദ്ധിയാകട്ടെ, വെള്ളം കിട്ടാതെ വരികയോ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാതെ വരികയോ ചെയ്താൽ തയമ്മും ചെയ്യാവുന്നതാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത ഒരു സംഭവം എങ്ങനെയാണ്? അമ്മാർ ഇബ്നു യാസർ റളിയല്ലാഹു അൻഹു, യാസറിന്റെ മകൻ അമ്മാർ, യാസറിന്റെ സുമയുടെ മകൻ അമ്മാർ ഇബ്നു യാസർ റളിയല്ലാഹു അൻഹു قال بعثني النبي صلى الله عليه وسلم في حاجة, എന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാവശ്യത്തിന് അയച്ചു, എന്നെ ഒരാവശ്യത്തിന് അയച്ചു. ഫഅജ്നബ്തു, അമ്മാർ പറയുന്നു, ആ യാത്രക്കിടയിൽ ഞാൻ ജനാബത്തുകാരനായി, യാത്രയിലാണ്, അവിടുന്ന് ജനാബത്തുകാരനായി. അമ്മാർ ഇബ്നു യാസർ റളിയല്ലാഹു അൻഹു വലിയ ശുദ്ധിക്കാരനായി. ഫലം അജിദിൽ മാ, വെള്ളം കിട്ടിയതുമില്ല, വെള്ളമില്ല, ജനാബത്തുകാരനായിട്ടുണ്ട്. അപ്പൊ കുളിക്ക് എന്ത് ആണ് ചെയ്യേണ്ടത്, വലിയ ശുദ്ധിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അമ്മാർ ഇബ്നു യാസർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് അറിയില്ല. അവിടുന്ന് ഇജ്തിഹാദ് നടത്തുകയാണ്, അഥവാ താൻ മനസ്സിലാക്കിയ കാര്യമനുസരിച്ച് ഈ വിഷയത്തിന് ഒരു പരിഹാരം കണ്ടെത്തുകയാണ്. അമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫതമറഗ്തു ഫിസ്സഈദ്, ഞാൻ മണ്ണിൽ കിടന്നുരുണ്ടു. കാരണം വുളു ഇല്ലെങ്കിൽ തയമ്മും അങ്ങനെ മണ്ണിനടിച്ച് മുഖവും ഇരു കൈകളും തടവലാണല്ലോ, മുൻകൈകളും. അമ്മാർ ഇബ്നു യാസർ റളിയല്ലാഹു അൻഹു വിചാരിച്ചു, ജനാബത്തുകാരനായാൽ മുഴുവനും ഇതുപോലെ മണ്ണിൽ കിടന്നുരുളണം എന്ന് വിചാരിച്ചു. സ്വാഭാവികമാണല്ലോ അങ്ങനെ വിചാരിക്കണം. യഥാർത്ഥത്തിൽ നമ്മൾ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും കഴുകുന്നത് ഒരാൾക്ക് അയാളുടെ ശരീരത്തിൽ നിന്ന് മനി പുറപ്പെടുമ്പോൾ അയാളുടെ ശരീരം മുഴുവൻ അതറിയുന്നുണ്ട്, ശരീരം മുഴുവൻ അത് ആസ്വദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്, അത് തന്നെയാണ് ജാനി, വ്യഭിചാരത്തിലേർപ്പെട്ട വിവാഹിതനാണെങ്കിൽ പുരുഷനെയും സ്ത്രീയെയും എറിഞ്ഞുകൊല്ലണം എന്ന ശിക്ഷയ്ക്ക് പിന്നിലുള്ള ഹിക്മത്തും അത് തന്നെയാണ്.
അല്ലാഹു ആലം. കാരണം അവർ സിനയുടെ അതവർ അനുഭവിക്കുന്നത് അവരുടെ ശരീരം മുഴുവനുമാണ്. അവരുടെ ശരീരം മുഴുവൻ അത് അറിയുന്നുണ്ട്. അല്ലാഹു എല്ലാ ഫാഹിശത്തുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ഇങ്ങനെ അതുകൊണ്ടാണ് ജാനി വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയത്. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും സഹാബത്തിന്റെ കാലത്തുമൊക്കെ ആ ശിക്ഷ അവർ നടപ്പിലാക്കിയിട്ടുമുണ്ട്. വളരെ ചുരുക്കമാണെങ്കിലും. കാരണം 4 സാക്ഷികൾ വേണം. അങ്ങനെ 4 സാക്ഷികൾ ഉണ്ടാകുക എന്നുള്ളത് സംഭവിക്കില്ലല്ലോ. പിന്നെ എന്താണ് സംഭവിക്കുക? ചെയ്ത ആൾ സ്വയം വന്ന് ഏറ്റുപറയലാണ്. അങ്ങനെ ഏറ്റുപറഞ്ഞ ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവരിൽ ശിക്ഷ നടപ്പാക്കിയിട്ടുണ്ട്. ഈ അമ്മാർ റളിയല്ലാഹു അൻഹു ജനാബത്തുകാരനായപ്പോ വെള്ളമില്ലാതെ വന്നപ്പോ അവിടുന്ന് എന്ത് ചെയ്തു? ഫതമറഗ്തു ഫിസ്സഈദ്, ഞാൻ മണ്ണിൽ കിടന്നുരുണ്ടു. കമാ തമറഗു ദാബ്ബ, ഒരു മൃഗം ഉരുളുന്നത് പോലെ. മൃഗം ഉരുളുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അത് ഒരു മോശമായ തശ്ബീഹിന് വേണ്ടി പറഞ്ഞതല്ല, അഥവാ മോശമായ ഒരു സാദൃശ്യപ്പെടുത്തലല്ല അത്. കാരണം സ്വയം ഒരാളങ്ങനെ പറയില്ലല്ലോ. പിന്നെ അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? മൃഗം ഉരുളുന്നത് പോലെ ശരീരം മുഴുവൻ മണ്ണാകുന്ന നിലക്ക് ഉരുണ്ടുന്ന, വെറുതെ അല്ല, മൃഗങ്ങൾ ചെയ്യുന്നത് പോലെ മുഴുവനായി ശരീരത്തിൽ മണ്ണാകുന്ന നിലക്ക് ഞാൻ ചെയ്തു എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് അമ്മാർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞത്. കമാ തമറഗു ദാബ്ബ. ثم أتيت النبي صلى الله عليه وسلم فذكرت ذلك له. ഇങ്ങനെ യാത്രക്കിടയിൽ ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ അദ്ദേഹം ചെയ്തു. പിന്നെ എന്നിട്ട് സ്വലാഹ് നമസ്കാരം നിർവഹിച്ചിട്ടുണ്ടാകണം. യാത്ര കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഇക്കാര്യം പറഞ്ഞു കൊടുത്തു, ഞാൻ ഇങ്ങനെ ചെയ്തു. ഫഖാൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാറിനോട് പറഞ്ഞു, ഇന്നമാ കാന യക്ഫീക അൻ തഖൂല ബിയദൈക ഹകദാ, നിനക്ക് നിന്റെ കൈകൾ കൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലോ. ثم ضرب بيديه الأرض ضربة واحدة. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ 2 കൈകൾ കൊണ്ട് ഭൂമിയിൽ അടിച്ചു. ثم مسح الشمال على اليمين وظاهر كفيه ووجهه. എന്നിട്ട് ആദ്യം ഇടതുകൊണ്ട് വലത് കൈയുടെ മുകൾ ഭാഗത്ത്, കഫിനാണ് കൈ എന്ന് പറഞ്ഞ ഇവിടെ ഉദ്ദേശം കൈപ്പടം, അതിന്റെ ലാഹിർ അഥവാ പുറം കൈപ്പടത്തിന്റെ പുറം ഭാഗത്ത് തടവി, ഇടതുകൊണ്ട് വലത്, അതുപോലെ വലതുകൊണ്ട് ഇടത് കൈപ്പടവും തടവി. വവജ്ഹഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുമുഖവും തടവുകയുണ്ടായി. നാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത ഹദീസാണ്. ബുഖാരിയുടെ റിവായത്തിൽ ഇങ്ങനെ കൂടിയുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ അടുക്കുകയും വനഫഖ ഫീഹിമ, എന്നിട്ട് കയ്യിൽ ഊതുകയും ചെയ്തു. കയ്യിൽ ശരീരം മോശമാകുന്ന നിലക്ക് പൊടി ഉണ്ടെങ്കിൽ, മണ്ണുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ശരീരത്തിൽ വാരി തേക്കണമെന്നില്ല, അങ്ങനെ തേക്കേണ്ടതില്ല. പിന്നെ ഊതികളെ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവുകയുണ്ട്. അങ്ങനെ ഇമാം ബുഖാരിയുടെ റിവായത്തിൽ വന്നിട്ടാണ്. അപ്പൊ ഇത് വളരെ വ്യക്തമായ തെളിവാണ്. അതായത് തയമ്മും നമുക്ക് വലിയ അശുദ്ധിയായാലും ശരി, ചെറിയ അശുദ്ധിയായാലും ശരി, അള്ളാഹു നമുക്ക് ഈ ഇളവ് തന്നിട്ടുണ്ട്. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാനും ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാനും, വെള്ളമില്ലാതെ വന്നാലോ വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാതെ വന്നാലോ തയമ്മും ചെയ്യാവുന്നതാണ്. തയമ്മുമിന്റെ രൂപം നമ്മൾ മണ്ണിൽ അല്ലെങ്കിൽ മതിലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയും അടിച്ചതായി വന്നിട്ടുണ്ട്. അങ്ങനെ അടിക്കുകയും എന്നിട്ട് മുഖവും കൈപ്പടങ്ങളും തടവുക. പൊടിയുള്ള സ്ഥലമായിരിക്കാൻ ശ്രദ്ധിക്കുക. പൊടി ഉള്ള സ്ഥലമായിരിക്കാൻ ശ്രദ്ധിക്കുക. അത് നമ്മൾ കൈ അടിക്കുന്ന ഭാഗം. ഇനി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്സഈദു വദൂഉൽ മുസ്ലിം, അസ്സഈദു വദൂഉൽ മുസ്ലിം. സഈദ് എന്നത് അഥവാ മണ്ണ്, ഭൂമി, വദൂഉൽ മുസ്ലിം, മുസ്ലിമിന്റെ വദൂ ആകുന്നു. വദൂഉം വുദൂഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വുദൂ ആ പ്രവർത്തിക്ക് പറയുന്ന പേരാണ്. വദൂ അത് ഉപയോഗിക്കുന്ന, വുദൂ ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന് പറയുന്ന പേരാണ്. ഇതുപോലെ തന്നെയാണ് തുഹൂറും തഹൂറും. തുഹൂർ ശുദ്ധിയാക്കൽ എന്ന പ്രവർത്തിക്കാണ് തുഹൂർ എന്ന് പറയും. തഹൂർ ഫത്ഹാക്കിയാലോ അതിനുപയോഗിക്കുന്ന വെള്ളം. ഇങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. സഹൂർ, സുഹൂർ, അത്താഴം, അത്താഴം കഴിക്കാൻ പറയാറുണ്ടല്ലോ നോമ്പിനൊക്കെ. സുഹൂർ എന്നാൽ അത്താഴം കഴിക്കുന്ന പ്രവൃത്തിയാണ്. ലമ്മാക്കി പറഞ്ഞാൽ അത്താഴം കഴിക്കൽ എന്നാണ് അതിന്റെ അർത്ഥം. സഹൂർ എന്നാലോ ആ ഭക്ഷണം, അത്താഴത്തിന്റെ ഭക്ഷണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തസഹറൂ ഫഇന്ന ഫിസ്സഹൂരി ബറക. നിങ്ങൾ അത്താഴം കഴിക്കുക, കാരണം അത്താഴത്തിൽ ബറക്കത്തുണ്ട്, അഥവാ ആ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ട്. ഇതാണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. തഹൂർ, തുഹൂർ, വദൂ, വുദൂ, സഹൂർ, സുഹൂർ. ഇവിടെ വദൂഉൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിമിന്റെ വുദൂ ചെയ്യാനുള്ള കാര്യമാണ്, വസ്തുവാണ് സഈദ് അഥവാ മണ്ണ് എന്ന് പറഞ്ഞാൽ വുദൂഇനത് പകരം തന്നെയാണ്. വുദൂഇന് പകരം തന്നെയാണ്. വുദൂ കൊണ്ട് എന്തൊക്കെ നമുക്ക് ആകാമോ അതെല്ലാം തയമ്മും കൊണ്ട് ആകാം. അത് ഇന്ന് മനസ്സിലാക്കണം. വുദൂ കൊണ്ട് എന്തൊക്കെ ആവുമോ അതെല്ലാം തയമ്മും കൊണ്ടാവാം. അതുപോലെ തന്നെ വുദൂ ഏതുകൊണ്ടൊക്കെ മുറിയുമോ അതുകൊണ്ടേ തയമ്മും മുറിയുകയുള്ളൂ, അതുകൊണ്ടേ തയമ്മും മുറിയുകയുള്ളൂ. എന്നാൽ വെള്ളം കിട്ടിയാൽ പിന്നെ വെള്ളം ഉപയോഗിക്കണം. ഒരാൾക്ക് ഒരു വക്തിന് വെള്ളമില്ല, അയാൾ വുദൂ ചെയ്തു, തയമ്മും ചെയ്തു, ളുഹറിന് തയമ്മും ചെയ്തു, ളുഹർ നിസ്കരിച്ചു. അസ്റിന്റെ സമയമായപ്പോഴേക്കും വെള്ളം കിട്ടി. നേരത്തെ ചെയ്ത തയമ്മുമിന്റെ ശുദ്ധി വെച്ചിട്ട് അസ്ർ നിസ്കരിക്കാൻ പറ്റുമോ? പറ്റില്ല. വുദൂ എടുക്കണം. വുദൂ എടുത്തിട്ട് വേണം അസ്ർ നിസ്കരിക്കാൻ. നേരത്തെ അശുദ്ധി ആയിട്ടുണ്ട്. നേരത്തെ അശുദ്ധി ആയിട്ട് ആ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായത് എങ്ങനെ? തയമ്മും ചെയ്തിട്ടാണ്. എന്നിട്ട് ളുഹർ നിസ്കരിച്ചു. അസ്റായി, അസ്റിനും വെള്ളം കിട്ടിയില്ല എങ്കിൽ രണ്ടാമത് തയമ്മും ചെയ്യാതെ അസ്ർ നിസ്കരിക്കാം. പക്ഷേ അസ്റിന് വെള്ളം കിട്ടിയാലോ? തയമ്മുൽ ഇയാൾ ശുദ്ധിയായിട്ടുണ്ടെങ്കിലും, തയമ്മുമിലൂടെ ഇയാൾ ശുദ്ധിയായിട്ടുണ്ടെങ്കിലും വെള്ളം കിട്ടിയാൽ വുദൂ എടുക്കണം. വെള്ളം കിട്ടിയാൽ വുദൂ എടുക്കാം. തയമ്മും മുറിയുന്ന കാര്യങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും, നവാഖിദുൽ വുദൂ ഒന്നും, വുദൂ മുറിയുന്ന കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലെങ്കിലും വെള്ളം കിട്ടിയാൽ അത് ഉപയോഗിക്കുക തന്നെ വേണം, വുദൂ ചെയ്യുക തന്നെ വേണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ പറയുകയാണ്, അസ്സഈദു വദൂഉൽ മുസ്ലിമി ഫഇൻ ലം യജിദിൽ മാഅ 10 സിനീൻ. മണ്ണ് മുസ്ലിമിന് വുദൂ ചെയ്യാനുള്ള വസ്തുവാണ്. അവന് വെള്ളം 10 കൊല്ലം കിട്ടിയില്ലെങ്കിലും. അള്ളാഹു നമുക്ക് സമൃദ്ധമായി വെള്ളവും സൗകര്യങ്ങളും ചെയ്തു തരുമാറാകട്ടെ. വലിയ അള്ളാഹുവിന്റെ നിഅമത്താണ് ഈ വെള്ളം എന്ന് പറയുന്നത്. أفرأيتم الماء الذي تشربون أنتم أنزلتموه من المزن أم نحن المنزلون لو نشاء جعلناه أجاجا فلولا تشكرون. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? أنتم أنزلتموه من المزن أم نحن المنزلون. മേഘത്തിൽ നിന്ന് അത് താഴെ ഇറക്കുന്നത് നിങ്ങളാണോ അതല്ല നാമാണ്? നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ നാം ഉപ്പുവെള്ളമാക്കിയാണ്. ഫലൗല തഷ്കുറൂൻ. നിങ്ങളെന്താണ് നന്ദി കാണിക്കാത്തത്? ഭൂമിയിൽ നമ്മൾ ചിന്തിച്ചാൽ ഭൂമിയിലുള്ള വെള്ളം അതിലെ വലിയ ശതമാനം ഉപ്പുവെള്ളമാണ്. വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് അള്ളാഹു ഇവിടെ നമുക്ക് മാഉൻ സായഗ് ഷറാബുഹു എന്നല്ലാഹു പറഞ്ഞിട്ടുള്ള നല്ല വെള്ളം. എന്താണ് വെള്ളത്തിന്റെ രുചി? എന്താണ് അതിന്റെ സ്വാദം? എന്താണ്? മധുരാണോ, എരിവാണോ, പുളിയാണോ, ഉപ്പാണോ, കയ്പാണോ? എന്തു പറയാൻ സാധിക്കും? ആ വെള്ളം കിട്ടാതെ വന്നാൽ അതിന് പകരം എന്തുകൊണ്ട് നമുക്കത് ആ കുറവ് നികത്താൻ സാധിക്കും?
ഏതുകൊണ്ട് സാധിക്കും? അത്രയും വലിയ അള്ളാഹുവിന്റെ നിഅമത്താണ് അൽമാ, വെള്ളം എന്നത്. അവനാണ് വെള്ളം മുകളിൽ നിന്ന് ഇറക്കിയതും. അതുപോലെ ഫഅസ്കന്നാഹു ഫിൽ അർദ് വഇന്ന അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. സൂറത്തുൽ മുഅ്മിനൂൻ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ആ സൂറത്തിൽ അല്ലാഹു പറഞ്ഞു നാം ആണ് മുകളിൽ നിന്ന് വെള്ളം ഇറക്കിയത്. ഫഅസ്കന്നാഹു ഫിൽ അർദ്, എന്നിട്ട് ഭൂമിയിൽ നാം അതിനെ താമസിപ്പിച്ചു. ഭൂമിയിൽ അതിന് നാം താമസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കുളിച്ചാൽ നമുക്ക് വെള്ളം കിട്ടുന്നത്. വഇന്ന അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ, അത് നീക്കാൻ, അതില്ലാതെയാക്കാൻ നാം കഴിവുള്ളവനാണ്. സുബ്ഹാനല്ലാഹ്. എന്താണ് സൂറത്തുൽ മുൽക്കിലെ അവസാനത്തെ ആയത്ത്? എന്താ? ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. ഈ വെള്ളം അത് പോയാൽ ആരുണ്ട് നിങ്ങൾക്ക് ഒഴുകുന്ന വെള്ളം, ഉറവ് വെള്ളം കൊണ്ടുവന്ന് തരാൻ? അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. അല്ലാഹുവിന്റെ ചോദ്യമാണ്. അതുകൊണ്ട് ഇതിന് നമ്മൾ എത്ര ശുക്ർ ചെയ്താലും മതിയാവുകയില്ല. അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ടേയിരിക്കണം, മിതമായി ഉപയോഗിക്കണം, അത് കളയാൻ പാടില്ല. എത്ര ആളുകളാണ് കുളിക്കാൻ കയറിയ എത്ര വെള്ളമാണ് കളയുന്നത്, വുളു എടുക്കുമ്പോൾ എത്ര വെള്ളമാണ് കളയുന്നത്. തെറ്റായ കാര്യമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു അവന്റെ ദീൻ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 10 കൊല്ലം ഇല്ലാതെ വന്നാലും തയമ്മും അവന് മതിയായതാണ്. ഇപ്പോ ഇന്ന് തന്നെ, ഈ കാലത്ത് തന്നെ വെള്ളം വേണ്ടതുപോലെ കിട്ടാത്ത എത്ര നാടുകൾ, ദൂരമൊന്നും കൊണ്ട് നമ്മൾ ജീവിക്കുന്ന കേരളത്തിൽ തന്നെ എത്ര സ്ഥലങ്ങളുണ്ട്. മണിക്കൂറുകളോളം പാത്രങ്ങളും പിടിച്ച് വെള്ളം കിട്ടാൻ ക്യൂ നിൽക്കുന്ന ആളുകൾ. അതുപോലെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളിലൊക്കെ വെള്ളം വരുമ്പോൾ അതിന് ക്യൂ നിൽക്കുന്ന എത്ര ആളുകൾ. അള്ളാഹുവിന്റെ നിഅമത്ത് നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കണം, ശുക്ർ ചെയ്തുകൊണ്ടേയിരിക്കണം. ശുക്ർ ചെയ്താൽ അള്ളാഹു സിയാദത്ത് വർദ്ധിപ്പിച്ചു തരും. അതുപോലെ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടേയിരിക്കണം, അള്ളാഹു മഴ വർഷിപ്പിച്ചു തരും. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക, അള്ളാഹു മഴ വർഷിപ്പിച്ചു തരും. അപ്പൊ ഇങ്ങനെ ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 10 കൊല്ലം വെള്ളം കിട്ടിയില്ലെങ്കിലും മുസ്ലിമിന് വുളൂഇന് പകരമാണ് വദു ആകുന്നു സഈദ് അഥവാ മണ്ണ്. ഫൈദാ വജദൽ മാഅ ഫല്യത്തഖില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവൻ വെള്ളം കിട്ടിയാൽ ഫല്യത്തഖില്ലാഹ്, എന്ത് ചെയ്യട്ടെ? അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ. അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ. എല്ലാ കാര്യത്തിലും, വെള്ളം ഉപയോഗിക്കുന്നതിലും എല്ലാത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ. വൽയുമിസ്സഹു ബശറതഹ്, അവൻ അവന്റെ തൊലിയിൽ ആ വെള്ളം സ്പർശിപ്പിക്കട്ടെ. വെള്ളം അവന്റെ ശരീരത്തിൽ വെള്ളമാക്കട്ടെ, നനക്കട്ടെ, തൊലി നനക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. അഥവാ വെള്ളം കിട്ടിയാൽ വുദു ചെയ്യുക, കുളിക്കുക. കുളി നിർബന്ധമായിട്ടുള്ളവർ വെള്ളം കിട്ടിയാൽ എന്ത് ചെയ്യണം? കുളിക്കണം. വെള്ളം കിട്ടിയാൽ കുളിക്കണം. അതാണ് നമ്മൾ മുമ്പ് വായിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്ത്രീയുടെ അവരൊട്ടകപ്പുറത്ത് വെള്ളം വെച്ച് കൊണ്ടുപോകുമ്പോൾ സഹാബത്ത് അവർ വിളിച്ചിട്ട് കൊണ്ടുവന്ന് അവരെ വെള്ളം എടുത്തില്ലേ? എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളത്തിൽ നിന്ന് കോരി കൊടുത്തു. ആ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു, ജനാബത്ത് ബാധിച്ചിട്ട് നേരത്തെ മാറി നിന്ന ഒരാൾ. ആ സഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാത്രത്തിൽ വെള്ളം കൊടുത്തു, എന്നിട്ട് കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. അത് തെളിവാണ്. വെള്ളം കിട്ടിയാൽ നേരത്തെ തയമ്മും ചെയ്ത് വലിയ അശുദ്ധിയിൽ നിന്ന് ഒഴിവായി നിസ്കരിക്കുകയൊക്കെ ചെയ്ത ആളാണെങ്കിൽ വെള്ളം കിട്ടിയാൽ കുളിക്കുക തന്നെ വേണം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് അത് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. قال رسول الله صلى الله عليه وسلم السعيد وضوء المسلم وإن لم يجد الماء 10 سنين فإذا وجد الماء فليتق الله وليمسه بشرته. സഈദ് മുസ്ലിമിന്റെ വദു ആകുന്നു 10 കൊല്ലം അവന് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിലും. എന്ന് മനസ്സിലാക്കാം, ഒരു തയമ്മും എന്നത് നമ്മൾ ഖുഫയിൽ തടവുക എന്നതുപോലെ അതിന് ദിവസം ഇല്ല. ഖുഫയിൽ തടവുക എന്നത് എത്രയാണ് അതിന്റെ ദിവസം? യാത്രക്കാരനാണെങ്കിൽ 3 ദിവസം, നാട്ടിലുള്ള ആളാണെങ്കിൽ ഒരു രാത്രിയും ഒരു പകലും. അഥവാ വുദു ചെയ്തിട്ടാണ് അയാളുടെ സോക്സോ അയാളുടെ ഷൂസോ അയാളുടെ ധരിച്ചതെങ്കിൽ
വുദു ചെയ്യുമ്പോൾ അത് അഴിക്കേണ്ടതില്ല. അതിനു മുകളിൽ കൈകൾ കൊണ്ട് തടവിയാൽ മതി. മനസ്സിലായല്ലോ? അത് ഇട്ടിട്ട് തന്നെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ, തടവിട്ട് പിന്നെ ഊരി ചാടിയിട്ട് വെറും കാലോടെ നിസ്കരിക്കാൻ പാടില്ല. മനസ്സിലായില്ല? അപ്പോ വീണ്ടും കഴുകുക തന്നെ വേണം. ഇപ്പൊ സോക്സ് ഇട്ടിട്ടാണ് ഒരാൾ നിസ്കരിക്കുന്നതെങ്കിൽ അയാൾക്ക് അതിനു മുകളിൽ തടവാം. ഷൂസ് ഇട്ടിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ അതിനു മുകളിൽ തടവാം. ചെരുപ്പും ഷൂസും ധരിച്ച് നിസ്കരിക്കാൻ പാടില്ല എന്ന് പല ആളുകളും വിചാരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയില്ല. അല്ല, ചില സമയത്ത് അങ്ങനെ നിസ്കരിക്കണം എന്നാണ്. കാരണം യഹൂദികൾക്ക് എതിരാവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മൾ അങ്ങനെ നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ, ചെരുപ്പൊക്കെ ഇട്ട് നിസ്കരിക്കാൻ പറ്റിയ സ്ഥലമാണെങ്കിൽ അങ്ങനെ നിസ്കരിക്കാം. ആളുകൾ വൃത്തിയായി സൂക്ഷിക്കുന്ന സ്ഥലത്ത് ചെരുപ്പിട്ട് നിസ്കരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അത് ഇട്ട് കയറാൻ പാടില്ല. ലാ ദററ വലാ ദിറാർ, ലാ ദററ വലാ ദിറാർ. ദ്രോഹിക്കരുത്, സ്വന്തത്തിനും ദ്രോഹം ഉണ്ടാക്കരുത്, പരസ്പരം ദ്രോഹം ഉണ്ടാക്കാൻ പാടില്ല. പക്ഷെ അത് ഹലാലായ കാര്യമാണ്. ഇടക്കൊക്കെ അങ്ങനെ ചെയ്യണം. വീട്ടിനകത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകളുണ്ടാവും, അതിട്ട് ഇടക്ക് വീട്ടിൽ നിന്ന് നിസ്കരിക്കുക. അതുപോലെ മൈതാനത്ത് നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാവുകയില്ലെങ്കിൽ ചെരുപ്പിട്ട് നിസ്കരിക്കാവുന്നതാണ്. എന്നതുപോലെ അതിന് ദിവസ പരിധി ഉണ്ട്. എന്നാൽ തയമ്മുമിന് അങ്ങനെ പരിധിയില്ല. വെള്ളം കിട്ടാത്ത എത്ര നാൾ വെള്ളം കിട്ടിയില്ലെങ്കിലും അത്രയും നാൾ തയമ്മും ചെയ്ത് നിസ്കരിക്കാവുന്നതാണ്. വുദു കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ കുളിയിൽ നിന്ന് ശുദ്ധിയാകാവുന്നതാണ്. ഇതാണ് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി وعن أبي سعيد الخدري قال أبو سعيد الخدري رضي الله عنه പറയുന്നു خرج رجلان في سفر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽപ്പെട്ട രണ്ടാളുകൾ ഒരു യാത്ര പുറപ്പെട്ടു. فحضرت الصلاة. അങ്ങനെ യാത്രക്കിടയിൽ നിസ്കാരത്തിന്റെ സമയമായി. വലൈസ മഅഹുമാ മാ. അവരുടെ രണ്ടാളുടെയും കയ്യിൽ വെള്ളമില്ല. ഫതയമ്മമ സഈദൻ തയ്യിബാ. അവർ രണ്ടുപേരും ശുദ്ധമായ മണ്ണിൽ നിന്ന് തയമ്മം ചെയ്തു. ഫസല്ലയ. അവർ രണ്ടുപേരും നിസ്കരിച്ചു. ثم وجدا الماء في الوقت. എന്നിട്ട് ആ നിസ്കാരത്തിന്റെ വഖ്ത് കഴിയുന്നതിന് മുമ്പേ അവർക്ക് വെള്ളം കിട്ടി. ആ സലാത്തിന്റെ വഖ്ത് കഴിയുന്നതിന് മുമ്പേ അവർക്ക് വെള്ളം കിട്ടി. നിസ്കാരത്തിന് വഖ്ത് ഉണ്ടല്ലോ, ഓരോ നിസ്കാരത്തിനും ഓരോ വഖ്ത് ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മള് ഇത് തയമ്മുമും ഹൈദും ഒക്കെ കഴിഞ്ഞിട്ട് നിസ്കാരത്തിന്റെ ഭാഗം വായിക്കുമ്പോൾ ആദ്യം നിസ്കാരത്തിന്റെ വിശദാംശത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിസ്കാരത്തിന്റെ ഔഖാത്ത്, സമയത്തെ കുറിച്ച് പറയും ഇൻഷാ അല്ലാഹ്. ഓരോന്നിന്റെയും സമയം ഏത് തൊട്ടിട്ടാണ് ഏതുവരെയാണ്, വഖ്തുൽ ഇഖ്തിയാരി ഏതാണ്, വഖ്തുൽ ഇൽത്തിറാരി ഏതാണ്, വഖ്തുൽ ഇഖ്തിയാർ, വഖ്തുൽ ഇൽത്തിറാർ. അഥവാ അസറിനുള്ളതുപോലെ അസറിന് വഖ്തുൽ ഇഖ്തിയാർ ഉണ്ട്, ആ സമയത്താണ് നിസ്കരിക്കേണ്ടത്. മറ്റേത് വഖ്തുൽ ഇൽത്തിറാർ, മുൽത്തറായാലല്ലാതെ പെട്ടുപോയാലല്ലാതെ കരുതിക്കുട്ടി ആ സമയത്തൊക്കെ നിസ്കാരം നീട്ടാൻ പാടില്ല. അസറിന്റെ സമയം തുടങ്ങുന്നത് ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളമായത് മുതൽ ഒരു വസ്തുവിന്റെ നിഴൽ അതിന്റെ ഇരട്ടിയാകുന്നത് വരെയാണ്. അതാണ് വഖ്തുൽ ഇഖ്തിയാർ. വഖ്തുൽ ഇൽത്തിറാർ ഏതാണ്? ഒരു വസ്തുവിന്റെ നിഴൽ അതിന്റെ ഇരട്ടി ആയത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് അവസാന സമയം. ആ സമയത്ത് നിസ്കരിക്കുന്ന മുനാഫിക്കുകളുടെ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി താക്കീത് ചെയ്തതാണ്. അവനിങ്ങനെ കുത്തിയിരിക്കും, നിസ്കാരത്തിൽ ശ്രദ്ധ ഇല്ലാതെ ഇരിക്കും. എന്നിട്ട് സൂര്യൻ ശൈത്താന്റെ രണ്ട് കൊമ്പുകൾക്കിടയിലായാൽ, അസ്തമിക്കാൻ ആയാൽ അവൻ ചെല്ലും. എന്നിട്ട് കോഴി കൊത്തുന്നത് പോലെ 4 കൊത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. കോഴി അങ്ങനെ കൊത്തും എന്നിട്ട് പൊങ്ങും, അങ്ങനല്ലേ? കൊക്കൊണ്ട് കൊത്തിട്ട് അവിടെ തന്നെ പിടിച്ചിട്ടില്ലല്ലോ, കൊത്തുകയും പൊങ്ങുകയും ചെയ്യും. എന്നതുപോലെ ഇവൻ 4 റക്അത്ത് കോഴി കൊത്തുന്നത് പോലെ നിസ്കരിക്കും. അള്ളാഹ് അവൻ കുറച്ചേ ഓർക്കുകയുള്ളൂ, ആളുകളെ കാണിക്കാനാണ് അവന്റെ നിസ്കാരം. അപ്പൊ ഇങ്ങനെ നിസ്കാരത്തിൽ ഇഹ്മാൽ, അതിൽ വീഴ്ച വരുത്തുന്ന, അനാസ്ഥ കാണിക്കുന്ന ആളുകളിൽ ഒരിക്കലും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. പിന്നെ ഒരു മേന്മയും നമുക്കില്ല, നമ്മളെല്ലാം മേന്മ അവിടെ തീർന്നു.
അള്ളാഹുവിനോടുള്ള ഹക്ക്, ഏറ്റവും വലിയ ഹക്ക് നമ്മുടെ അമലുകളിൽ സലാത്താണ്. അള്ളാഹിനോടുള്ള ആ ഹക്ക് പാലിക്കാത്ത മനുഷ്യന്മാർ നമ്മളോടുള്ള ഹക്ക് പാലിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. മനസ്സിലായില്ലേ? അള്ളാഹിനോടുള്ള ആ ഹക്ക് കൃത്യമായി പാലിക്കാത്ത ആളുകൾ നമ്മോടുള്ള പടപ്പുകളോടുള്ള ഹക്ക് പാലിക്കും എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അവരുടെ നിന്നൊരു ഖൈറും നമുക്ക് പ്രതീക്ഷിക്കാനില്ല. ഇപ്പൊ ചില ആളുകൾ അവരെ കുറിച്ച് കേൾക്കാറുണ്ട്, എന്താണ് പണ്ട് അങ്ങനെ പറയാറുണ്ടല്ലോ, അതായത് കാല് തടഞ്ഞു വീണാലും പടിഞ്ഞാറോട്ട് വീഴൂല എന്ന് പറയാറുണ്ട് ചിലരെ കുറിച്ച്. എന്നതുപോലുള്ള ചില മനുഷ്യന്മാരുണ്ടാവും. അവരെ കുറിച്ച് ചില ആളുകൾ പറയും, അവന്റെ നിസ്കാരത്തിലൊക്കെ പോക്കാണ്, പക്ഷെ നല്ല ഇടപാടാണ്, സാമ്പത്തികമൊക്കെ ക്ലിയറാണ്, വാക്ക് പറഞ്ഞ വാക്കാണ് എന്നൊക്കെ പറയും. നമ്മൾ ഒരിക്കലും വിശ്വസിക്കുകയില്ല. അള്ളാഹിനോടുള്ള ഹക്ക് അവൻ പാലിക്കുന്നില്ല. അള്ളാഹിനോടുള്ള ഹക്ക് പാലിക്കാത്തവൻ അത് പാലിക്കുന്നത് വരെ അവന്റെ ഖൈറിൽ അതൊന്നും നമ്മൾ ഖൈറായി കാണുകയില്ല. നമ്മുടെ ഹക്ക്, നമ്മോടുള്ള ഹക്ക് അവൻ പാലിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നേയില്ല. അപ്പൊ എന്നതുപോലെ നമ്മൾ ശ്രദ്ധിക്കുക നിസ്കാരത്തിന്റെ കാര്യം. അപ്പൊ അതിന്റെ വഖ്ത് അവസാനിക്കുന്നതിന് മുമ്പ് വെള്ളം കിട്ടി. അപ്പൊ ളുഹറിന്റെ സമയം ആരംഭിക്കുന്നത് ഇദാ സാലത്തി ശംസ്, സൂര്യൻ തെറ്റിയാൽ, സവാലാണ് ളുഹറിന്റെ സമയം തുടങ്ങുന്നത്. അഥവാ സൂര്യൻ തലക്ക് നേരെ മുകളിൽ നിന്ന് ഒന്ന് തെറ്റി, അതോടെയാണ് നിഴലിന്റെ ദിശ മാറുന്നത്. അല്ലെങ്കിൽ നിഴൽ എങ്ങോട്ടായിരിക്കും? മശരിഖിൽ നിന്ന് മഗ്രിബിലേക്കായിരിക്കും. കിഴക്കുന്ന് പടിഞ്ഞാറോട്ടായിരിക്കും നിഴൽ. രാവിലത്തെ നിഴൽ നോക്ക്, അങ്ങോട്ടേക്കാണ്. ഇനി ഇത് തെറ്റിക്കഴിഞ്ഞാൽ, സവാലായി കഴിഞ്ഞാൽ പിന്നെ നിഴൽ എങ്ങോട്ടായിരിക്കും? മഗ്രിബിൽ നിന്ന് മശരിഖിലേക്ക്, അഥവാ പടിഞ്ഞാറിന്ന് കിഴക്കോട്ടേക്കായിരിക്കും. കാരണം സൂര്യൻ അപ്പുറത്തെ ദിശയിലേക്ക് തെറ്റി. അവിടെ തുടങ്ങുകയാണ് ളുഹറിന്റെ സമയം. അത് തൊട്ട് ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളമാകുന്നത് വരെയാണ് ളുഹറിന്റെ സമയം. അവിടുന്ന് തൊട്ട് പിന്നെ അസർ തുടങ്ങി. അവിടുന്ന് തൊട്ട് അസർ തുടങ്ങി. അസറിനും ളുഹറിനും ഇടയിൽ ഒരു ഗ്യാപ്പില്ല. ളുഹർ തീരുമ്പോഴേക്ക് അസർ തുടങ്ങും. അതുപോലെ തന്നെയാണ് മഗ്രിബ് ഇശാവും. മഗ്രിബ് ഇശാവും. എന്നാൽ അസറിന്റെ സമയം അവസാനിക്കുന്നപ്പോഴാ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ആണ് അസറിന്റെ സമയം. ഇൽത്തിറാറായ സമയം. ഇഖ്തിയാർ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വസ്തുവിന്റെ നേരിൽ അതിന്റെ ഇരട്ടിയാകുന്ന വരെ. പക്ഷെ ഇൽത്തിറാർ അസ്തമിക്കുന്നത് വരെയാണ്. അവിടെ പിന്നെ ഗ്യാപ്പുണ്ട്. അസ്തമിച്ചാലാണ് മഗ്രിബിന്റെ സമയം തുടങ്ങുക. അസ്തമിച്ചു കഴിഞ്ഞാൽ ആണ് മഗ്രിബിന്റെ സമയം തുടങ്ങുക. അഷ്ഫഖുൽ അഹ്മർ, ചുവപ്പ് നിറത്തിലുള്ള ഒരു ശോഭ, പടിഞ്ഞാറ് ഭാഗത്തുള്ള അഹ്മർ നിറത്തിലുള്ള ആ ഷഫഖ്, അത് മാഞ്ഞു പോകുന്നത് വരെ മഗ്രിബിന്റെ സമയം. അത് മാഞ്ഞത് മുതൽ ഇശാഇന്റെ സമയം ആരംഭിച്ചു. അപ്പൊ മഗ്രിബിന്റെ ഇശാഇന്റെ സമയത്തിനിടയിൽ എന്തില്ല? ഒരു ഗ്യാപ്പില്ല. അതുപോലെ തന്നെ ളുഹറിന്റെ അസറിന്റെ സമയത്തിനിടയിൽ ഒരു ഗ്യാപ്പില്ല. അതുകൊണ്ടാണ് ഈ നിസ്കാരങ്ങൾ തമ്മിൽ നമ്മൾ ജമ ആക്കുന്നത്. ഈ നിസ്കാരങ്ങൾ തമ്മിൽ ജമ ആക്കാനുള്ള കാരണം അതാണ്. അസറും മഗ്രിബും തമ്മിൽ ജമ ആക്കാൻ പറ്റുമോ? ഇല്ല. ളുഹറും അസറും തമ്മിലാണ്. മഗ്രിബും ഇശാവും തമ്മിലാണ് ജമ. എന്താ കാരണം? ഇതിന്റെ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ നേരെ അടുത്ത സമയം കടക്കുകയാണ്. അതിനിടയിൽ യാതൊന്നുമില്ല. ഇശാ അതിന്റെ സമയം നസ്ഫുൽ ലൈൽ, അഥവാ പാതിരാത്രി വരെയാണ്. വഖ്തുൽ ഇഖ്തിയാരി. എന്നാൽ വഖ്തുൽ ഇൽത്തിറാരി ഉണ്ടെന്ന് ചില ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നു. ഏതുവരെ? ഫജ്റുൽ അവ്വൽ വരെ, ഒന്നാമത്തെ ഫജ്ർ വരെ. രണ്ടാമത്തെ ഫജ്റാണ് സുബ്ഹ് ബാങ്ക് കൊടുക്കുക. രണ്ട് ഫജ്റുണ്ട്. ഒന്ന് ഫജ്റുൽ സാദിഖ്, ഒന്ന് ഫജ്റുൽ കാദിബ്. ഒന്ന് അൽ ഫജ്ർ സാദിഖ്, മറ്റേത് അൽ ഫജ്ർ അൽ കാദിബ്. ആദ്യൊരു ഫജ്ർ വരും. അതെന്തല്ല, യഥാർത്ഥ ഫജ്ർ അല്ല. ഒരു വെളിച്ചിങ്ങനെ വരും ആകാശത്ത്. പക്ഷെ അത് പോയി പോകും, കുറച്ച് കഴിഞ്ഞാൽ പോകും. അത് യഥാർത്ഥ ഫജ്ർ. അതുകൊണ്ടാണ് അതിന് ഫജ്റുൽ കാദിബ് എന്ന് പറയുന്നത്. കുറച്ച് കഴിഞ്ഞിട്ടാണ് വീണ്ടും യഥാർത്ഥ ഫജ്ർ വരുന്നത്. ആ വെളിച്ചമാകട്ടെ പോയിപ്പോവില്ല. അത് തെളിഞ്ഞ് 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 വരുന്നതാണ്. പകലാവുകയോളം, സൂര്യൻ ഉദിക്കുന്നത് വരെ പിന്നെ അങ്ങനെ വെളിച്ചം നന്നായി വരും. ഇങ്ങനെയൊക്കെയാണ് നിസ്കാരത്തിന്റെ സമയങ്ങൾ. പറഞ്ഞു വന്നത്, ഒരു നിസ്കാരത്തിന്റെ സമയം തുടങ്ങി, അത് തുടങ്ങിയപ്പോ വെള്ളമില്ല.
അവരെന്ത് ചെയ്തു? വെള്ളമില്ലാത്തത് കൊണ്ട് തയമ്മും ചെയ്ത് നമസ്കരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ ആ സലാത്തിന്റെ വക്ത് തീരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വെള്ളം കിട്ടി. ഈ രണ്ടുപേർക്ക് വെള്ളം കിട്ടി. അപ്പൊ എന്ത് ചെയ്തു? അവരിലൊരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാളെ പറഞ്ഞേച്ചല്ലോ, രണ്ടിലൊരാൾ വുദൂ ചെയ്തു, മാറ്റി നിസ്കരിച്ചു. വുദൂ ചെയ്തിട്ട് മാറ്റി രണ്ടാമത്തെ നമസ്കാരം നിസ്കരിച്ചു. വലം യുഇദിൽ ആഖർ, മറ്റാളാകട്ടെ നിസ്കരിച്ചില്ല, അത് തന്നെ മതി എന്ന് പറഞ്ഞു നിസ്കരിച്ചില്ല. ثم أتيا رسول الله صلى الله عليه وسلم, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് രണ്ടുപേരും വന്നു. ഫദകറാ ദാലിക ലഹ്, രണ്ട് പേരും കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്തു. ഫഖാല ലില്ലദീ ലം യുഇദ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിക്കാത്ത, രണ്ടാമത് നിസ്കരിക്കാത്ത ആളോട് പറഞ്ഞു, ഒരു പ്രാവശ്യം മാത്രം നിസ്കരിച്ച ആളോട് പറഞ്ഞു, അസബ്ത സുന്ന, നീയാണ്, നിനക്ക് സുന്നത്തിനോട് യോജിച്ചത് നീയാണ്. അസബ്ത സുന്ന. എന്നിട്ട് എന്നിട്ട് പറഞ്ഞു, നിന്റെ സലാത്തിന്റെ അത് നിനക്ക് മതിയായി, ആ സലാത്ത് തന്നെ മതി നിന്റെ സലാത്തായിട്ട്. വഖാല ലിൽ ആഖർ, മറ്റേ ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഥവാ വെള്ളം കിട്ടിയപ്പോ വുദൂഉം നിസ്കാരവും ആവർത്തിച്ച ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലക്കൽ അജ്റു മറതൈൻ, നിനക്ക് 2 തവണ പ്രതിഫലം കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഏതാ അഫ്ദൽ? ആവർത്തിച്ചതോ ആവർത്തിക്കായിരുന്നോ? അല്ല, ആവർത്തിക്കാത്തതാണ്. അസബ്ത സുന്ന, ഇസാബത്തു സുന്നത്താണ് അഫ്ദൽ, ഇസാബത്തു സുന്നയാണ് അഫ്ദൽ, അത് സംശയമില്ല. ഇസാബത്തു സുന്ന അതാണ് അഫ്ദൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയോട് ചോദിച്ചത് ഏതാ? ആവർത്തിക്കാതിരിക്കലാണ്, അതാണ് അഫ്ദൽ. അപ്പോ അജ്റാൻ 2 കൂലി ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ വിചാരിക്കരുത് എല്ലാ ആളുകൾക്കും ഈ പ്രതിഫലം കിട്ടണമെന്നില്ല. അല്ലാഹു ആലം, അള്ളാഹ്ക്കാണ് കൂടുതൽ ഹുക്കം അറിയുന്നത്. പക്ഷെ എല്ലാ ആളുകൾക്കും കിട്ടണമെന്നില്ല. കാരണം ഈ 2 പേർക്ക് ഇതെന്താണ് ചെയ്യേണ്ടത് എന്ന് മുൻപ് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അതിൽ ഇന്നതാണ് എന്ന് മനസ്സിലായാൽ അതാണ് നമ്മൾ നിൽക്കേണ്ടത്. നമ്മൾ മുമ്പേ പറയാറുള്ള കാര്യമാണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അഭിപ്രായ വ്യത്യാസങ്ങളിൽ അഖീദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകും. ഒരാൾ അഹ്ലുസുന്നത്തിൽ നിന്ന് തന്നെ തെറിച്ചു പോകുന്ന, ബിദ്അയായി മാറുന്ന കാര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള ഖിലാഫ് അത് വളരെ ഗൗരവമുള്ളതാണ്. അത് തമ്മിൽ ഒരിക്കലും യോജിക്കുകയില്ല. എന്നാൽ ഫിഖ്ഹിയായ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് അഹ്ലുസുന്നയ്ക്കിടയിൽ തന്നെ ഉണ്ടാകും. അതിന്റെ പേരിൽ അവർ ചേരിതിരിയാനോ കുഴപ്പങ്ങൾ ഉണ്ടാകാനോ പാടില്ല. കാരണം അതില്ലെങ്കിൽ പിന്നെ എല്ലാവരും മുഖല്ലിദ എന്ന് പറയേണ്ടി. മുഖല്ലിദുകളല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. വിദ്യാർത്ഥികൾ തമ്മിൽ, തുല്ലാബുൽ ഇൽമ് തമ്മിൽ, ഉലമാക്കൾ തമ്മിൽ ഇങ്ങനെ ഫിഖ്ഹിയായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് അവർ മുഖല്ലിദുകളല്ലാത്തതുകൊണ്ടാണ്, തഖ്ലീദ് അത് ഇല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ പരസ്പരം തബ്ദീഅ് നടത്താനോ ബിദ്അത്തുകാരനാണെന്ന് പറയാനോ ഒന്നും പാടില്ല. പക്ഷേ നമ്മൾ എടുക്കേണ്ടത് ഏതാ എടുക്കാൻ പറ്റുള്ളൂ? തെളിവിനോട് യോജിച്ചത്, അതിൽ സംശയമില്ല. എത്ര ചെറിയ മസ്അലയാകട്ടെ തെളിവിനോട് യോജിച്ചത് ഏത് എന്ന് നമുക്ക് മനസ്സിലായത് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. നമുക്ക് മനസ്സിലായി, നമുക്ക് അത്രയും സൂക്ഷ്മമായ ചില വിഷയമാണ്, നമുക്ക് തെളിവ് ഏതാണെന്ന് മനസ്സിലായില്ലേ, അവിടെ ഉലമാക്കൾ സ്വീകരിക്കാറുണ്ട് തവഖുഫ് എന്ന് പറയുന്ന നിലപാട്. എന്ന് പറഞ്ഞാൽ അവര് അവിടെ പറഞ്ഞു നിർത്തും, അങ്ങനെ വ്യത്യാസമുണ്ട്, ബസ് ഈ ഒന്നിനെയും തർജീഹ് ചെയ്ത് പറയുകയില്ല, ഇതാണ് കൂടുതൽ റാജിഹ്, കൂടുതൽ ശരിയായത് എന്ന് പറയുകയില്ല. ചുരുക്കി പറഞ്ഞാൽ എത്ര ചെറിയ വിഷയമാകട്ടെ തെളിവിനോട് യോജിച്ചത് ഏതാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്, അതാണ് എടുക്കേണ്ടത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, എല്ലാ ഇഖ്തിലാഫും മൻഹജി അല്ല, ചിലത് മസ്അലയാണ്. മൻഹജിലുള്ള അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ തെറ്റിയവൻ അഹ്ലുസുന്നത്തിൽ തന്നെ പുറത്തു പോകും. നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒക്കെ അങ്ങനെയാണ്. എന്നാൽ ചില ഫിഖ്ഹിയായ മസ്അലകൾ, അതുകൊണ്ടാണ് അഹ്ലുസുന്നത്തിന്റെ 4 ഇമാമുകൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ,
ഇമാം അശ്ശാഫിഈ, ഇമാം മാലിക് ഇബ്നു അനസ്, അബൂ ഹനീഫ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുമുല്ലാഹ്, അവരൊക്കെ അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങളാണ്. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഒക്കെ ഫിഖ്ഹിയായ ഇഖ്തിലാഫുകളാണ്. പക്ഷെ അതിലും ഏറ്റവും ശരിയായതാണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷെ തെളിവിനോട് യോജിച്ചതാണ് എടുക്കേണ്ടത്. ഒരാൾ ഒരു ഇമാമിന്റെ ഫിഖ് അങ്ങനെ തന്നെ പഠിച്ചു, എന്നിട്ട് ആ ഇമാം പറഞ്ഞത് സ്വീകരിച്ചു, അത് ഹക്കായ രീതിയാണ്. വിശ്വസ്തനായ ഒരാൾ പറയുന്നത് സ്വീകരിക്കാനുള്ള ഹക്കായ രീതിയാണ്. പക്ഷെ വേറൊരാൾ വന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ വിഷയത്തിൽ ചെയ്യുന്നത് ശരിയല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അത് പഠിക്കൽ അവന് ബാധ്യതയാണ്. അതിൽ ഏറ്റവും ശരിയായത് സ്വീകരിക്കൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിച്ചത് എടുക്കൽ അവന് നിർബന്ധമാണ്. അവിടെ പിന്നെ ഇത്രയും വിശ്വസ്തനായ ഇയാളുകൾക്ക് തെറ്റുറ്റു എന്ന് പറഞ്ഞ് അതിൽ തൂങ്ങാൻ പാടില്ല. കാരണം ഉലമാക്കൾ അവർക്ക് ഖത പറ്റിയാൽ എന്താണ് അഹ്ലുസുന്നയുടെ നിലപാട്? നുഖത്തിഉഹും വലാ നുബർരിഉ മിൻഹും. നുഖത്തിഉഹും, അവരുടെ ഖത ആണെന്ന് നമ്മൾ പറയും, അത് തെറ്റാണ്. പക്ഷെ വലാ നുബർരിഉ മിൻഹും, നമ്മൾ അവരായിട്ട് ബറാഅത്തിലല്ല, അവരുമായി ഒരിക്കലും ബന്ധമൊഴിവായിട്ടില്ല. മാത്രമല്ല അവരുടെ ഖത. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, വലിയ വലിയ ഇമാമിങ്ങൾക്കൊക്കെ തെറ്റുപറ്റി നിങ്ങൾ പറയണമെങ്കിൽ നിങ്ങൾക്ക് എത്ര തെറ്റുപറ്റുണ്ടോ എന്ന് പറയും. അത് കുറെ ഇഹ്തിമാലുള്ള വാക്കാണ്. എന്ന് പറഞ്ഞാൽ അത് ആരെ പറ്റിയും പറയാനോ, എന്റെ അടുത്ത് കുറെ തെറ്റുണ്ടോ, നിങ്ങളടുത്ത് കുറെ തെറ്റുണ്ടോ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏതാ തെറ്റെന്ന് പറയണം. മാത്രമല്ല ഈ ഉലമാക്കൾക്ക് ഖത ഉണ്ടെന്ന് നമ്മളെ പോലുള്ള ഏതെങ്കിലും ഒരാൾ പറയുന്നല്ല, അതേ നിലവാരത്തിലുള്ള ഇമാമിങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതെങ്കിലും ഒന്ന് തെറ്റായാലും നിർബന്ധമാണല്ലോ. ഒരാൾ ഒരു അഭിപ്രായം പറയുന്നു, വേറെ ഇമാം വേറെ അഭിപ്രായം പറയുന്നത്, ഏതെങ്കിലും ഒന്ന് തെറ്റാകണം, ഒന്ന് ശരിയാകണം എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പൊ ഇത് ശരിയാണെന്ന് പറയുന്നവർ അവർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും മറ്റേത് തെറ്റാണെന്നാണ് അവർ പറയുന്നത്. മനസ്സിലല്ലോ, ഇത് ശരിയാണ് എന്ന് പറയുന്ന ആളുകൾ അവർ സമ്മതിക്കട്ടെ സമ്മതിക്കാതിരിക്കട്ടെ, മറ്റേ തെറ്റാണെന്നാണ് അവരുടെ വാദം. അപ്പൊ ഇമാമിങ്ങൾ ഇന്ന വിഷയത്തിൽ തെറ്റു പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്വന്തമൊക്കെ പറയുന്നല്ല, അതുപോലെയുള്ള ഇമാമിങ്ങൾ റഹിമഹുമുല്ലാഹ് അവർ ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രമേ അഹ്ലുസുന്ന സലഫികൾ ലോകത്തെവിടെയും പറയുന്നുള്ളൂ. അല്ലാതെ അവരെ വക സ്വന്തം വക പോക്കറ്റിൽ നിർത്തി പറയുന്നല്ല. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളത് പോലെ ഇമാം അന്നവവി റഹിമഹുല്ലാഹ്, ശാഫിഈ മദ്ഹബിലെ പ്രസിദ്ധനായ പണ്ഡിതൻ അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫ് അന്നവവി റഹിമഹുല്ലാഹ് അൽ 40 എന്ന 40 ഹദീസുകൾ ക്രോഡീകരിച്ച മഹാനായ പണ്ഡിതൻ. അതുപോലെ റിയാദുസ് സാലിഹീൻ, അൽ അദ്കാർ തുടങ്ങി ഷർഹുൽ മുഹദ്ദബ് പോലുള്ള മഹത്തായ കിതാബുകൾ എഴുതിയ ഇമാം നവവി, ഇമാം മുസ്ലിമിന്റെ സഹീഹിന് ശർഹ് എഴുതിയ നവവി ശാഫിഈ മദ്ഹബുകാരനാണ്. പക്ഷെ അവരൊക്കെ മദ്ഹബ് എന്ന് പറഞ്ഞാൽ എന്താ? തഖ്ലീദല്ല. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ള ഒട്ടകത്തിന്റെ മാംസം തിന്ന വുളൂ എന്ന വിഷയം. ഇമാം നവവി പറഞ്ഞു, വഖദ് സഹഹത് ഫീഹി ഹദീസാനി സഹീഹാൻ, ഒട്ടകത്തിന്റെ മാംസം തിന്നാൽ വുളൂ മുറിയും എന്നതിൽ 2 ഹദീസുകൾ സഹീഹായി വന്നിട്ടുണ്ട്. വഇൻ കാനൽ ജുംഹൂർ അലാ ഖിലാഫിഹി, ജുംഹൂർ ബഹുഭൂരിപക്ഷം പേരും ഇതിനെതിരാണ് അഭിപ്രായപ്പെട്ടതെങ്കിലും ശരി. ശാഫിഈ മദ്ഹബ് പ്രകാരം ഒട്ടകത്തിന്റെ മാംസം വുളൂ മുറിയില്ല. ശാഫിഈ ഫിഖ് പഠിച്ച ആളുകളോട് ചോദിച്ചു നോക്ക്, മുറിയില്ല. പക്ഷെ നോക്ക് ഇമാം നവവി പറഞ്ഞെന്താ? 2 ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, ഭൂരിപക്ഷം പേര് ഇതിനെതിരാണെങ്കിലും ശരി. എത്ര നല്ല നിലപാടാണ്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോടുള്ള അവർക്കുള്ള പ്രതിബദ്ധതയാണ് അത് കാണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് സ്ഥിരപ്പെട്ടാൽ പിന്നെ ആരായാലും അവരുടെ വാക്ക് റസൂലുള്ളാഹിന്റെ സുന്നത്തിന് മുകളിൽ കൊണ്ടുപോകാൻ പാടില്ല. കാരണം അവരൊക്കെ മനുഷ്യന്മാരാണ്, എല്ലാവർക്കും ഖതഉ പറ്റും, അബദ്ധം പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന് മാത്രമാണ് ഇസ്മത്തുള്ളത്, തെറ്റാത്തത്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന് മാത്രമാണ് ഇസ്മത്തുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്, നിങ്ങൾ കോഴിയുടെ കൂവല് കേട്ടാൽ എന്ത് ചെയ്യണം? അള്ളാഹിന്റെ ഫദ്ൽ ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്, അള്ളാഹുവേ നിന്റെ ഫദ്ൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു. കാരണം അത് കൂക്കുന്നത് ആരെ കണ്ടിട്ടാണ്? മലക്കുകളെ കണ്ടിട്ടാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോഴിയെ പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം? അത് സുബഹിനെ വിളിച്ചുണർത്തും. കോഴി എന്ത് ചെയ്യും? സുബഹിനെ വിളിച്ചുണർത്തും. അതിന് റസൂലുള്ള ഫദ്ൽ പറയാൻ പോലുള്ള കാരണം എന്താ? സ്കാരത്തിന് വിളിക്കുന്നുണ്ടാണ്.
അതുപോലെ നിങ്ങൾ കിലാബ് അഥവാ നായകളുടെ ശബ്ദം കേട്ടാൽ നിങ്ങൾ ശൈത്താനിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടണം, അത് ശൈത്താനെ കണ്ടിട്ടുണ്ട്. അതുപോലെ കഴുതകളുടെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കൂട്ടത്തിലാണ് പഠിച്ചിട്ടുള്ളത്. അവരൊക്കെ ശബ്ദം കേട്ടാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുക. ദീഖ് കോഴിയുടെ കൂവൽ കേട്ടാൽ രാവിലെ ആ ബർക്കത്തുള്ള സമയത്ത് അതിന്റെ കൂവൽ കേട്ടാൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക് എന്ന് പറയാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അള്ളാഹിന്റെ ഫദ്ൽ അവനോട് ചോദിക്കാൻ, കാരണം അത് മലക്കുകളെ കണ്ടിട്ടാണ് കൂവുന്നത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോട് പറഞ്ഞു അസബ്ത സുന്ന, താങ്കൾ സുന്നത്തിനോട് യോജിച്ചിരിക്കുന്നു. മറ്റേയാളോട് പറഞ്ഞു താങ്കൾക്ക് 2 പ്രതിഫലമുണ്ട്. വല്ലാഹു അലം. അങ്ങനെ പറയാനുള്ള കാരണം ഇവർ രണ്ടുപേരും ഇജ്തിഹാദ് ചെയ്തതാണ്. കാരണം ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ വഴിയില്ല. അപ്പൊ അവർ സ്വന്തമായി ആ വിഷയം ഗവേഷണം ചെയ്തതാണ്. ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ തോന്നിയവനൊക്കെ കയറി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, മറിച്ച് അതിന് ചില നിബന്ധനകളുണ്ട്. അള്ളാഹുവിന്റെ കിതാബിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളൊക്കെ ആഴത്തിൽ വിജ്ഞാനമുള്ള ആളുകൾക്കാണ് ഇജ്തിഹാദിന്, അഥവാ ഒരു പുതിയൊരു വിഷയം അതിന്റെ വിധി നോക്കി കണ്ടെത്താൻ, അല്ലെങ്കിൽ ഒരു വ്യക്തതയില്ലാത്തൊരു വിഷയത്തിന്റെ വിധി എന്താണ്, ഹുക്ം എന്താണ് എന്ന് ഖുർആനിൽ ഹദീസിൽ നിന്നും പരിശോധിച്ച് കണ്ടെത്താൻ പല നിബന്ധനകളുണ്ട്. അപ്പൊ ഈ സഹാബത്ത് ഇങ്ങനെ ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടും അംഗീകരിച്ചു. എന്നാൽ രണ്ടാളോട് റസൂലുള്ളാഹി വരെ മറുപടിയല്ല പറഞ്ഞിട്ടുള്ളത്. നേരത്തെ നോക്കി അമ്മാർ റളിയല്ലാഹു അൻഹു മണ്ണിൽ കിടന്നുരുണ്ടു. റസൂലുള്ളാഹി ഇങ്ങനെയാണ് ഹുക്ം എന്ന് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ നേരത്തെ ചെയ്തതൊക്കെ മാറ്റി നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. കാരണം അമ്മാർ റളിയല്ലാഹു അൻഹുവിന് ആ വിഷയം അറിയാതെ അവിടുന്ന് അറിഞ്ഞതനുസരിച്ച് അമൽ ചെയ്തതാണ്. അത് അങ്ങനെ തന്നെയാണ്. ഒരു ആലിം തനിക്ക് കിട്ടിയ തെളിവുകൾ അനുസരിച്ച് ഇജ്തിഹാദ് നടത്തി ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെതിരായി തെളിവ് മനസ്സിലായാൽ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ മാറ്റി ചെയ്യണം എന്നില്ല. അങ്ങനെയില്ല, എല്ലാ സന്ദർഭത്തിലും അങ്ങനെ വരികയില്ല. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ദർസിൽ പറയാം. والله تعالى عالم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.